ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള KM അബ്ദുൽ ഗഫൂർ സാഹിബ് അവറുകളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മുസ്ലിം ലീഗിൻ്റെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ, സമാദരണീയരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയിലാണ് നമ്മളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമായി ഒരു അഭിപ്രായം പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ യൂത്ത് വിങ്ങിനെയും വനിതാ വിങ്ങിനെയും ഒക്കെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. നമ്മളൊരു സ്ഥാപനം എന്നതിനപ്പുറത്ത് നിങ്ങൾ തീർച്ചയായും അത്തരത്തിലൊരു വിങ്ങിന് രൂപം നൽകി ആ വിങ്ങിന് ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് ഒരു ഫുൾ ഡേ ട്രെയിനിങ് നിങ്ങൾ നൽകണം. അത് നൽകാൻ ഇവിടെ ഉദ്ഘാടകനായ KM ഗഫൂർ സാഹിബിനെ തന്നെ വിളിക്കണം എന്നൊരു അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അഭിപ്രായപ്പെടുകയാണ്. കാരണം വളരെ പ്രാക്ടിക്കലായ ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസം പകരുന്ന ഒരു പദ്ധതിക്ക് വളാഞ്ചേരിയിൽ നമുക്കൊക്കെ നേരിട്ട് പരിചയമുള്ളതാണ്, പലതവണ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന് നേതൃത്വം നൽകുന്ന ഒരു കൂട്ടം മനുഷ്യരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തീർച്ചയായും നിങ്ങളെ ഈ വിഷയത്തിൽ ഗൈഡ് ചെയ്യാൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും നമ്മൾ ബോധ്യമാകേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രമാണത്തിനനുസരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയായ അദ്ദേഹം മസ്ജിദുൻ നബവി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ റമദാൻ മാസത്തിൽ ഇഅ്തികാഫിൻ്റെ നെയ്യത്ത് വെച്ച് പള്ളിയിലിരിക്കുകയാണ്. മസ്ജിദുൽ ഹറമിൽ റമദാൻ മാസം ഇഅ്തികാഫിൻ്റെ നെയ്യത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പുണ്യം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടത് ആവശ്യമില്ലല്ലോ. അവിടേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. അദ്ദേഹം വന്ന് മടങ്ങിപ്പോയി. രണ്ടാമതും വന്നു. അദ്ദേഹം അവിടെ പ്രാർത്ഥനയിലാണെന്ന് കരുതിയാണ് മടങ്ങിപ്പോയി. ഒടുവിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് ഒരു കൗതുകമായി. റമദാനിൽ ഹറം ഷരീഫിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തതിനേക്കാൾ എന്ത് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യത്തിനാണ് അദ്ദേഹം പോയത് എന്നതാണ് മറ്റുള്ളവരുടെ സംശയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ മറുപടി, ഞാനൊരു മനുഷ്യനൊരു ചെറിയൊരു തടസ്സം ഉണ്ടായപ്പോൾ എന്നോട് പരാതി പറയാൻ വന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അദ്ദേഹത്തിനുണ്ടായ താൽക്കാലികമായുണ്ടായ ഒരു തടസ്സം നീക്കി കൊടുത്തു എന്നതാണ് ഞാനിപ്പോൾ ചെയ്തത്. ഒരു മനുഷ്യന് ആശ്വാസം പകരുക എന്നത്, ഒരു മനുഷ്യനുണ്ടായ തടസ്സം നീക്കുക എന്നത് മസ്ജിദുൻ നബവിയിൽ വിശുദ്ധ റമദാനിൽ ഇഅ്തികാഫിൻ്റെ നെയ്യത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ 40 ഇരട്ടിയെന്നും അതിനോട് തത്തുല്യമായ പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നെയ്യത്ത് വളരെ പ്രധാനമാണ്. തീർച്ചയായും നിങ്ങളുടെ സ്ഥാപനം, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പടച്ച റബ്ബിൻ്റെ അടുത്ത് ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്നതൊന്നായി മാറട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു ചെറിയ സംവിധാനമുണ്ട്. അതൊരു PTH എന്നാണ്, പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ള ഒരു പാലിയേറ്റീവ് വിങ്ങാണ്. ഡോക്ടർ അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംവിധാനം അതിൻ്റെ പിറകിലുണ്ട്. അതിൽ തീർച്ചയായും വനിതകൾക്കാണ് പ്രധാനമായും അതിൽ പ്രവർത്തിക്കാൻ സാധ്യമാവുക. ഞങ്ങളും നിങ്ങളുടെ അതുപോലത്തെ ഒരു ചെറിയ പ്രദേശത്ത് ഒരു 10-40 സ്ത്രീകളെയും ഒരു 20 പുരുഷന്മാരെയും ചേർത്ത് ഒരു വളണ്ടിയർ ടീമുണ്ടാക്കി PTHൻ്റെ അധികാരികൾ അറിയിച്ചപ്പോൾ, പൂക്കോയത്തങ്ങളുടെ പേരിലാണ്, നിങ്ങൾക്കിവിടെ മാതൃകാപരമായി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് അവരുടെ 3 ദിവസത്തെ പരിശീലനം ഉണ്ടായിരുന്നു. ഈ 3 ദിവസത്തെ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഈ വളണ്ടിയേഴ്സ് ഒരാൾക്ക് വർഷത്തിൽ 2 തവണ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ. വർഷത്തിൽ 2 തവണ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ. മാസത്തിൽ 1 തവണ വീതമാണ് ഞങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 4 പേർ നമ്മുടെ പ്രദേശത്ത് കിടപ്പിലായ അസുഖം ബാധിച്ചിരിക്കുന്ന എല്ലാവരുടെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് അവരോട് വർത്തമാനം പറയാം. അവർ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള ആളുകളെ കുളിപ്പിക്കുക, ആഴ്ചയിൽ അവർക്ക് മൂത്രത്തിൻ്റെയൊക്കെ പൈപ്പ് മാറ്റി കൊടുക്കണമെന്ന് മാറ്റി കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതൊക്കെയാണ് പ്രവൃത്തി. അപ്പോൾ ഈ വർഷത്തിൽ 2 തവണ ഒക്കെ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് വർഷത്തിൽ 2 തവണ ഒരു ഫുൾ ഡേ മാറ്റി വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. 365 ദിവസത്തിൽ 2 ദിവസം മാറ്റി വെക്കാൻ ആർക്കും സാധ്യമാവും. അപ്പോൾ സ്ത്രീകളൊക്കെ അതിൽ ചെയ്തൊരു കാര്യം, അവർ നേരെ അടുക്കളയിലേക്കാണ് പോകും.
എന്നിട്ട് അവിടെ വർത്തമാനം പറഞ്ഞിരുന്ന് പ്രായം ചെന്ന സ്ത്രീകളുടെ അടുത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സംസാരിച്ചിരിക്കാം. പക്ഷെ ഒരുപാട് പാരലൈസ്ഡായ ഈ ചെറുപ്പക്കാരികളായ ആളുകളോട് സംസാരിച്ചിരുന്ന് അവരുടെ വിഷമങ്ങൾ കേട്ട് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് സംതൃപ്തി ലഭിക്കുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ പ്രശ്നം കേട്ട് അവരുടെ വിഷമങ്ങൾ കേട്ട് അവരോട് സാരില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന വല്ലാത്ത ആശ്വാസമാണ് എന്നതാണ്. അഭിയുതനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അമരസ്മരണകളിലാണ് നിങ്ങൾ ഇത്തരത്തിലൊരു സൗധമൊരുക്കുന്നത് എന്നത് നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയ ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും. പല ആൾക്കാരും പാണക്കാട് തങ്ങന്മാരുടെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഈ സാരില്ല എന്ന് നമ്മൾ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ ഒന്ന് പാണക്കാട് തങ്ങളെ കാണണം, ഇങ്ങനെ ഒരു വിഷമം പറയണമെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളൊരു 1000 വട്ടം സമാധാനിപ്പിച്ച കാര്യം തന്നെയാണ് തങ്ങളെടുത്ത് പോയി ആ തിരക്കിനിടെ എങ്ങനെ കണ്ടിട്ട് തങ്ങളൊന്ന് പറയും സാരില്ല ശരിയായിക്കോളും, ഇപ്പോൾ കുഴപ്പമില്ല. നമ്മളീ പറഞ്ഞു തന്നെയാണ് തങ്ങളും പറഞ്ഞത് എന്നതാണ്. ഞാൻ പറഞ്ഞത് ഒരുപാട് മനുഷ്യർക്ക് സാരില്ല ശരിയായിക്കോളും എന്ന് പറഞ്ഞ ആശ്വാസം അരുളിയ ഒരുപാട് മനുഷ്യരുടെ വിഷമങ്ങൾ കേട്ട ആ വിഷമങ്ങൾക്ക് ആശ്വാസം അരുളിയ ഒരു മഹാമനീഷിയുടെ നാമധേയത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കുന്നത് എന്നത് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ വരുന്ന ഓരോരുത്തർക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. നമുക്കൊരു വലിയ പാർട്ടി സംവിധാനത്തിൻ്റെ കീഴിലാണ് എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ വയനാട്ടിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ. ഇന്നും വൈറ്റികാട് അവിടെ സേവന നിരതരാണ്. വൈറ്റികാടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമുള്ള പ്രവർത്തനങ്ങൾക്ക് വാഹനം നഷ്ടപ്പെട്ടവർക്ക് വാഹനം, വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ മുസ്ലിം ലീഗ് കൊടുത്തു കഴിഞ്ഞു. ഏകദേശം ഒരു 36 കോടിയോളം രൂപ അല്ലേ നമ്മളിപ്പോൾ സമാഹരിച്ചു കഴിഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടി. ആ പണം ഉപയോഗിച്ച് അവർക്ക് ആശ്വാസം വരുന്നത് ഒരു ക്രെഡിബിലിറ്റിയാണ്, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന ക്രെഡിബിലിറ്റിയാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നതാണ്. ഇപ്പോൾ ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, CH സെൻ്ററിലൂടെ മരുന്നുകൾ നൽകുന്നത്, അതുപോലെ നമ്മുടെ നാട്ടിലെ നിങ്ങളിപ്പോൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സേവന കേന്ദ്രത്തിലൂടെ ആളുകൾക്ക് ആശ്വാസം അരുളുന്നത് ഉൾപ്പെടെ അത് വോട്ടിട്ടാനല്ലല്ലോ. അത് വോട്ട് കിട്ടാനുള്ള നെയ്യത്താണെങ്കിൽ അത് നമ്മൾ മാറ്റി വെച്ചേക്കുക എന്നതാണ്. ഇപ്പോൾ ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ CPM-ൻ്റെ യോഗം നടന്നു ഞങ്ങളുടെ പ്രദേശത്ത്. ഞങ്ങൾക്ക് അതിലൊരു സങ്കടമില്ല. കാരണം എന്താ? ഞങ്ങൾ CPM-ൻ്റെ പ്രവർത്തകനാണ് ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കി കൊടുത്തത് എന്നാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം നോക്കിയല്ല, അദ്ദേഹം അർഹനാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ ഉണ്ടാക്കി കൊടുത്തവരുടെ എല്ലാവരും ഉദ്ദേശം ആ വീടില്ലാത്ത ആൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അവിടെ അത് തീർന്നു. അത് തീർച്ചയായും പടച്ചോനെടുത്ത് എല്ലാം കിട്ടാനാണ്, അല്ലാതെ വോട്ട് കിട്ടാനല്ല എന്ന ബോധ്യമാണ്. ഇപ്പോൾ വോട്ട് കിട്ടാനുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് നിർത്തിപ്പോയിരുന്നു എന്നത് പലപ്പോഴും തോന്നിപ്പോകുന്ന കാര്യമാണ്. ഇത് നമ്മൾ കാലങ്ങളായി ശീലിച്ചതാണ്. നമ്മുടെ പൂർവികർ ഇങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി പകുത്തു നൽകിയതാണ്. 1937 മുസ്ലിം ലീഗ് മലബാർ ജില്ലാ കമ്മിറ്റി, മലബാറിൻ്റെ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു വളണ്ടിയർ ടീം ഉണ്ടായിരുന്നു. ആ വളണ്ടിയർ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് ജസ്റ്റിസ് മൊയ്തു സാഹിബ് എന്നായി മാറിയ ഈ മൊയ്തു സാഹിബാണ്. കേരള ഹൈക്കോടതിയിൽ പിന്നീട് ജസ്റ്റിസായി മാറിയ പ്രതിഭാധനനായൊരു മനുഷ്യനായിരുന്നു മുസ്ലിം ലീഗ് ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ വളണ്ടിയർ ക്യാപ്റ്റൻ. നമ്മുടെ ചരിത്രം അങ്ങനെ തുടങ്ങുന്നതാണ് എന്നതാണ്. അഭിനന്ദനായ പോക്കർ സാഹിബിനെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോക്കർ സാഹിബ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് B. പോക്കർ, വടേക്കണ്ടി പോക്കർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ MP അദ്ദേഹമാണ്. 1952 ആദ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വല്യമ്മമാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അഭിനന്ദനായ പോക്കർ സാഹിബിനെയാണ്. പോക്കർ സാഹിബിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം മലബാറിലെ കാസർഗോഡ് മുതൽ ചാവക്കാട് വരെ നീണ്ടു കിടക്കുന്ന മലബാർ പ്രദേശത്തെ 2ാമത്തെ വക്കീൽ പോക്കർ സാഹിബാണ്. മുസ്ലിം സമുദായത്തിലെ 2ാമത്തെ വക്കീൽ. 1ാമത്തെ വക്കീൽ CP ആലുപ്പു KE എന്ന് പറയുന്ന ആളാണ്. 5ാമതായി നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഡിഗ്രി പാസ്സായത് പോക്കർ സാഹിബാണ്. പോക്കർ സാഹിബ് മദിരാശി ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് മദിരാശി ഹൈക്കോടതിയിലെ അഭിഭാഷകനായി. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു മഹാനായ പോക്കർ സാഹിബ്. പോക്കർ സാഹിബിൻ്റെ ഒരു പ്രവർത്തനത്തെ പറ്റി എപ്പോഴും പറയപ്പെടാറുണ്ട്. മലബാറിലെ
സ്വാതന്ത്ര്യ സമരകാനന്തരം 1921 ബ്രിട്ടൻ നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എത്രമേൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ പ്രദേശത്ത് ഇന്ത്യയിലിറങ്ങിയ 4-1 ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ വന്നു. അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമയും ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിറങ്ങിയ 4 ലക്ഷം പട്ടാളം ഇറങ്ങിയ അതിൽ 1 ലക്ഷം പട്ടാളം ഈ മലബാറിലെ ഏറനാട്ടിലും വള്ളുവ നാട്ടിലും ഉൾപ്പെടെയുള്ള 410 അംശങ്ങളിൽ 410 ഗ്രാമങ്ങളിൽ അവർ വന്നു എന്നാണ്. അവർ ഗിൻ കച്ചിൻ എന്ന ഗിരിവർഗ സേനകൾ ഉണ്ടായിരുന്നു. ഗിൻ കച്ചിൻ എന്ന ഗിരിവർഗ സേനയുടെ പ്രത്യേകത കാട്ടുജാതി സേനയാണ്. അവരെ പറ്റി പറയാറുണ്ട്, ഒരു തമ്പുരാന്റെ വീട്ടിൽ ആനയെ കണ്ടപ്പോൾ ആനയെ കറിവെച്ച് കഴിച്ചവരാണ് ഗിൻ കച്ചിൻ എന്ന കാട്ടുജാതി സേന. അത്തരം കാട്ടുജാതി സേനകൾ ഇവിടെ ഈ മലബാറിൽ വന്നു എന്നതാണ്. 1921 വരെ നമ്മൾ ബ്രിട്ടന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നവരാണ്. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന മലബാറിലെ മാപ്പിള ഔട്ട് റേസേജ് ആക്ട്, മാപ്പിള നിർമ്മാർജ്ജന നിയമം പ്രകാരം മാപ്പിളമാരെ വെടിവെച്ചു കൊല്ലാം, മാപ്പിള സ്ത്രീകളെ മാനഭംഗപ്പെടുത്താം, മാപ്പിളമാരെ നാടുകടത്താം എന്നത് ബ്രിട്ടീഷുകാർക്കൊരു വിനോദമായിരുന്നു. 1921 മലബാർത്തെ മാപ്പിളമാരെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കി. അവരുടെ എല്ലാ നേതാക്കന്മാരെ എന്ന് വെച്ചാൽ, അങ്ങ് ഈ ചാലിയാർ പുഴക്കപ്പുറത്ത് പാലക്കാംതൊടിക അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനുണ്ടായി. അദ്ദേഹം 21 മഹല്ലത്തിന്റെ കാളിയായി. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന്റെ ഖബറുടെ എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. കാരണം എവിടെ വെച്ചാണ് അദ്ദേഹത്തെ കൊന്നതെന്നോ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ ഖബറടക്കിയതെന്നോ ആർക്കും അറിയില്ല. കത്തിച്ചു കളഞ്ഞു എന്നതാണ് പൊതുവെ മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നത്. ചാലിയാർ പുഴയ്ക്കപ്പുറത്ത് കൊന്നാര് തങ്ങമ്മ, അവരെ ബ്രിട്ടൻ കൊന്നാര് തങ്ങളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതിനിപ്പുറത്ത് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ തുടങ്ങാം. താനൂരിൽ ഉമ്മൈത്താനകത്ത് വരീകുട്ടി മുസ്ലിയാർ നാടുകടത്തപ്പെട്ട ആളാണ്. ആലി മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ ഖാദിരിയ ജിസ്തിയ ത്വരീഖത്തുകൾ സമ്മിശ്രമായി സമ്മേളിച്ച മഹാപണ്ഡിത പ്രതിഭയാണ്. അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് കടത്തി അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇവിടെ ഒരു ഖബറുണ്ടാകരുത് എന്ന് ബ്രിട്ടൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. ആലി മുസ്ലിയാരുടെ കൂടെ ഉണ്ടായിരുന്ന ലവക്കുട്ടി, കുഞ്ഞലവി പോലത്തെ കുറെ ആളുകളെ കൊന്നുകളഞ്ഞു. അതിനിപ്പുറത്ത് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലേക്കും കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പിന്നെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തെ കത്തിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളടക്കം വീട് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് 2 ആൺമക്കളെ പിന്നീട് നാടുവിട്ട് പോയി. കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങൾ മണ്ണാർക്കാട് ഭാഗത്ത് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. വടക്കൂട്ടിൽ മുഹമ്മദിനെ കൊന്നുകളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. ഭൂരിപക്ഷം നേതാക്കന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞ് ചിലരുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ കത്തിച്ചു കളഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെ കൂട്ടമായി നാട് കടത്തി. ബെല്ലാരി, വിയ്യൂര്, അതുപോലെ കോയമ്പത്തൂർ ജയിലുകൾക്ക് വാഗൺ ട്രാജഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. തിരൂര് ഞങ്ങളുടെ നാട്ടിൽ അതിൻ്റെ ഒരു സ്മാരകമുണ്ട്, ഖബറിടങ്ങളുണ്ട്. വാഗൺ ട്രാജഡി എന്ന് പറയുന്ന സാധനം വാഗൺ കൂട്ടക്കൊല എന്ന് പറയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അങ്ങനെയാണ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ അറിയാതെ ഉണ്ടാവുന്നതാണ്. ദുരന്തം അറിയാം. വയനാട് ദുരന്തം അറിഞ്ഞുകൊണ്ടുണ്ടായതല്ലോ. വയനാട് ദുരന്തം എന്ന് പറയും, വയനാട് ദുരന്തം എന്നാ പറയാം. എന്നാൽ വയനാട് കൂട്ടക്കൊല എന്ന് പറയാറില്ല. വയനാട് ഉണ്ടായത് പോയൊരു ദുരന്തമല്ല വാഗൺ ട്രാജഡി. ട്രെയിനിലേക്ക് ആളുകളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ അടിച്ചു കയറ്റിയതിനെയാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കുറേ ആളുകൾ ട്രെയിനിൽ കൊണ്ടുപോയിണല്ലോ. അവരെ ഖബറൊന്നും ഇവിടെ ഇല്ലാത്തത്. 35 തവണ ട്രെയിനിൽ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടെന്നും ആ 35 തവണകളായി മരിച്ചവരുടെ ഖബറിടങ്ങൾ കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് എന്ന് ഇതിനെപ്പറ്റി പഠിച്ച ഡോക്ടർ പി ശിവദാസ് കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗ മേധാവിയായിരുന്ന ആളുടെ ഡോക്ടറേറ്റ് പ്രബന്ധം അതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് മനുഷ്യരെ ഇവിടുത്തെ പാട്ടുകളടക്കം നിരോധിച്ചു. ഒരു പാട്ടുണ്ട്, ബദർ ശുഹദാക്കളിലും ബന്ധ എന്നുള്ള പാട്ടാണ്. യുവജനോത്സവത്തിലൊക്കെ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് ഇട്ടൊരു പാട്ടാണ്. അത് എഴുതിയത് ഒരു മൊയ്തീൻ കുട്ടി ഹാജി എന്ന് പറയുന്ന ആളാണ്. ഞാൻ ഇന്ന് ഇതിലൂടെ അങ്ങോട്ട് ഒരു ദിവസം ഈ ഞങ്ങളുടെ പ്രദേശത്ത് പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തിരൂരിനടുത്ത്. അവിടുത്തെ പള്ളിപ്പണി നടക്കുന്നുണ്ട്. ആ പള്ളിപ്പണി നടക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മൊയ്തീൻ കുട്ടി ഹാജിന്ന് എഴുതിയൊരു ഖബറിടം കാണും. ഈ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ നോക്കിയപ്പോൾ ഈ പാട്ട് എഴുതിയാളാണ്. അപ്പോൾ ബദർ ശുഹദാക്കളിലും ബന്ധ തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ 60 പാട്ടുകൾ ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ട്. ഇയാളുടെ ഒരു പ്രത്യേകത, ഇയാൾ വളരെ കായികാഭ്യാസിയായിരുന്നു. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടി യാത്ര ചെയ്യാൻ കെൽപ്പുള്ള ആളായിരുന്നു. അദ്ദേഹം 8 തവണ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിട്ടുണ്ട്. 7 തവണ അദ്ദേഹം ജയിലിൽ ചാടിയിട്ടുണ്ട്. അവസാനം ബ്രിട്ടീഷുകാർ ഇയാളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചു.
ഞാനിത് വെറുതെ കഥ പറയില്ല. കോഴിക്കോട്ട് ബ്രിട്ടീഷ് രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഡോക്ടർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പ്രബന്ധം, ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ മൊയ്തീൻ കുട്ടി ഹാജിയെ പറ്റിയാണ്. ഒരു ഡോക്ടറേറ്റ് പ്രബന്ധം, അല്ലാതെ അക്കാഡമിക്കലി തെളിയിക്കപ്പെട്ട സാധനമാണ്. മൂപ്പര് 7 തവണ ജയിലിൽ ചാടി, 8ാം തവണ മൂപ്പര് പട്ടിണി കൊണ്ടുവല്ലാൻ തീരുമാനിച്ചു. മൂപ്പര് മരിക്കണില്ലാത്ത കാരണം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വളർത്തു പരുന്ത് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു കൊടുക്കുകയാണ് ജയിലിലേക്ക് എന്നതാണ്. അഥവാ അത്രമേൽ ചരിത്രത്തിൽ നിങ്ങളൊരു പക്ഷേ ഇയാളെ പറ്റി ആദ്യമായി കേൾക്കുകയായിരിക്കാം. ഞാനും ഈടെയാണ് അതിനെപ്പറ്റി ആദ്യമായി കേട്ടത്. ഇങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടായി. ഈ മനുഷ്യന്മാരെ മുഴുവൻ കൊന്നു കളഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ അവശേഷിച്ച സ്ത്രീകളും കുട്ടികളും കൂട്ടമായി വസിക്കുന്നിടത്തേക്കാണ് നമ്മുടെ നാട്ടിൽ വല്ലാത്ത മാരി പോലെ വന്ന കോളറ വന്നത്. ദണ്ണം വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാലെന്ന മാലപ്പാട്ടുകൾ ഇറങ്ങുന്ന കാലം. ഈ അരിമ്പ്രയിലൊക്കെ ഈ പള്ളിക്കൽ നേർച്ച ഉണ്ടാവും പല സ്ഥലങ്ങളിലും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ വസൂരി കാലത്ത് ഓരോ അന്നത്തെ പണ്ഡിതന്മാരുണ്ടാക്കിയതാണ് ഓരോ പള്ളിക്കൽ നേർച്ച എന്ന് പറയുന്നത്. വർഷത്തിലൊരു നേർച്ചയൊക്കെ പള്ളിയിൽ നടത്താറുണ്ട്. ഈ അരിമ്പ്രയിലാണ് അത് കൂടുതൽ. ഈ മലപ്പുറത്തെ ഈ അരിമ്പ്ര എന്നുള്ള സ്ഥലമുണ്ട്. ആ അരിമ്പ്രയിൽ ഒരു ജീവി ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പലായനം ചെയ്തു പോയിട്ട്. അത്രമേൽ തകർന്നു തരിപ്പണമായി പോയ ഒരു നാട്ടിലാണ് പോക്കർ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ മദ്രാസിലിരുന്ന് ഡെക്കാൻ ഹെറാൾഡ് എന്ന പത്രത്തിൽ ഒരു വാർത്ത വായിക്കുന്നത്. മലബാറിലെ മാപ്പിള സ്ത്രീയുടെ മാനത്തിന് ബ്രിട്ടൻ വില പറയുന്നുണ്ട് എന്ന്. മലബാറിലെ മാപ്പിള സ്ത്രീയുടെ മാനത്തിന് ബ്രിട്ടൻ വില പറയുന്നുണ്ട് എന്ന്. 1.5 ലക്ഷമെങ്കിലും ബ്രിട്ടീഷുകാരുടെ കുട്ടികളെ മാപ്പിള സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ടാകുമെന്നാണ് അൺഒഫീഷ്യൽ കണക്ക്. പോക്കർ സാഹിബ് തൻ്റെ അഭിഭാഷക വൃത്തി നിർത്തിവെച്ച് മദ്രാസിലെ ജമാൽ മുഹമ്മദ് സാഹിബിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് 1 പവൻ സ്വർണത്തിന് 48 ഉറുപ്പ്യുള്ള കാലത്ത് അന്നത്തെ 2 ലക്ഷം ഉറുപ്പ്യ മദ്രാസിൽ നിന്ന് ജമാൽ മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ളവരുടെ, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്താൽ പിരിച്ച് കോഴിക്കോട് വന്ന് വണ്ടി ഇറങ്ങി 40ഓളം കാളവണ്ടികൾ വിളിച്ച് ആ കാളവണ്ടികൾ മുഴുവൻ ചരക്കുകൾ നിറച്ചിട്ട് അവർക്ക് മരുന്നുകൾ വാങ്ങിച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് മലബാറിലെ 410 ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയുണ്ട്. ആരുമില്ലാത്ത, ആരും കടന്നു വരാനില്ലാത്ത ബ്രിട്ടീഷ് പട്ടാളം റോന്തു ചുറ്റുന്ന ആ നാട്ടിലേക്ക് ഒരു ഹൈക്കോടതി അഭിഭാഷകൻ മലബാർ ജില്ലാ കലക്ടറുടെ അനുമതി പത്രം വാങ്ങിക്കുന്നു. എന്തിനാണ് അനുമതി? റിലീഫ്. മലബാറിലെ ജനതയ്ക്ക് റിലീഫ് നൽകാൻ, ആശ്വാസം പകരാൻ എനിക്ക് അനുമതി വേണം. ഞാനൊരു ഹൈക്കോടതി അഭിഭാഷകനാണ്, ഞാനൊരു ജനപ്രതിനിധിയായ മനുഷ്യനാണ്, ഞാൻ ഇന്ത്യയിലെ ഉന്നതനായ നിയമജ്ഞന്മാരിൽ ഒരാളാണ്, എനിക്ക് അനുമതി വാങ്ങണം എന്ന് പറഞ്ഞ് ഒരു മൊട്ടത്തലയിൽ വട്ടത്തൊപ്പി ധരിച്ച ഒരു മനുഷ്യനും മറ്റ് 5 പേരും ഓരോ വീട്ടിനു മുമ്പിൽ പോയി മുട്ടി വിളിച്ചു. ആരും ഓരോ വീട്ടകങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. ഒരു വീട്ടിൽ നിന്ന് മറുപടിയേ ഇല്ല, ഒരു വീട്ടിൽ നിന്ന് മറുപടി ലഭിക്കുന്നേയില്ല. വീണ്ടും വിളിച്ചപ്പോൾ മറുപടി ലഭിക്കുന്നില്ല. ഒരു നിരക്കം കേട്ടപ്പോൾ ആ നിരക്കം അതിനകത്ത് ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി ഓല മേഞ്ഞ ചെറ്റക്കൂരകളല്ലേ, ആ ഓലക്കീറി ഭേദിച്ച് അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് കരയാതിരിക്കാൻ വാപൊത്തി പിടിച്ച ഒരു സ്ത്രീ കുഞ്ഞിനെങ്ങനെ വാപൊത്തി പിടിച്ചിട്ടുണ്ട്. കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയ പുറത്തു വന്നവർ കേൾക്കുന്ന കരുതി. അപ്പുറത്ത് മറ്റൊരു കുഞ്ഞിനോട് സംസാരിക്കരുതെന്ന് ആംഗ്യം കാണിക്കുന്ന ഒരു മാപ്പിള സ്ത്രീയെ കണ്ട് പകച്ചു പോവുക. നിങ്ങൾ വാതിൽ തുറക്കി, എൻ്റെ പേര് പോക്കർ എന്നാണ്, ഞാനൊരു വക്കീലാണ്, ഞാൻ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണ സാധനവുമായി വന്നതാണ്. ആ ഓലക്കീറി വേദിച്ച ആ വാതിലുമെല്ലാം തുറന്നുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞൊരു വർത്താനമുണ്ട്. ഇത് മലബാറിലെ മാപ്പിള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർത്താനമാണ്. എന്താ പറഞ്ഞതെന്നറിയും? എൻ്റെ കുട്ടികളെ മുമ്പിൽ ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്നാണ്. സഹോദരി ഉപദ്രവിക്കാൻ വന്നതല്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. എന്നിട്ട് ആ വാഹനത്തിൽ നിന്ന്, കാളവണ്ടിയിൽ നിന്ന് ശേഖരിച്ചു വെച്ച കുറച്ച് ഭക്ഷ്യധാന്യങ്ങൾ എടുത്ത് ആ സ്ത്രീക്ക് നൽകിയിട്ട് പറഞ്ഞു, നിങ്ങളതൊക്കെ കഴിച്ച് കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ധൈര്യമായിരിക്കുക, ഞങ്ങളുണ്ട് കൂടെ. നിങ്ങളുടെ മാനത്തിന് ബ്രിട്ടൻ വില പറയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ധൈര്യമായി നിങ്ങളുടെ വീട്ടകങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക. നിങ്ങളുടെ ചെറ്റക്കൂരകൾക്കകത്ത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മാനത്തിന് ഈ മുറ്റത്ത് കാവൽ കിടക്കാൻ ഇനി ഞങ്ങളുണ്ട് എന്ന് മലബാറിൽ നമ്മുടെ വല്യാപ്പമാരോട് പറഞ്ഞത് ഹൈക്കോടതിയിലെ അഭിഭാഷക വൃത്തി മാറ്റിവെച്ച് പൊതുജന സേവനത്തിനിറങ്ങിയ മഹാനായ പോക്കർ സാഹിബ്. അന്ന് തുടങ്ങിയ സേവനമാണ് മുസ്ലിം ലീഗിൻ്റെത്. കോഴിക്കോട്ടെ കലക്ടറോട് ഈ നാട്ടിലെ യത്തീം കുട്ടികൾ
അങ്ങാടിയിൽ നിരങ്ങി ഇങ്ങനെ കൈനീട്ടി യാചിക്കുകയാണ് എന്ന ഫോട്ടോ കാണിച്ച് ഒരു ലേഖനം എഴുതുകയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അഭിയുന്നനായ സീതി സാഹിബ് അതിനെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഒരു ലേഖനം എഴുതാണ്. ഇത് അങ്ങ് പഞ്ചാബിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചാബിലെ ഹസൻ കസൂരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, ഒരു ധനാഢ്യൻ അത് വായിക്കണം. ഈ ധനാഢ്യനായ മനുഷ്യൻ ഇത് വായിച്ചിട്ട് തന്റെ 2 ആൺമക്കളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, അള്ളാഹു നമുക്ക് സ്വത്ത് നൽകിയത് പാവങ്ങളെ സഹായിക്കാനാണ്. മലബാറിലെ നമ്മുടെ സഹോദരങ്ങൾ വല്ലാതെ ദുഃഖം അനുഭവിക്കുകയാണ്. നിങ്ങൾ അവിടേക്ക് പോകണം. ആ 2 മക്കളെ പറഞ്ഞയച്ച് കോഴിക്കോട്ട് മുതൽ കൊടുവള്ളിയിൽ, താമരശ്ശേരി ഉൾപ്പെടെയുള്ള കിഴക്കൻ കോഴിക്കോട് താലൂക്കുകളിലെ 8 സ്ഥലത്ത് ക്യാമ്പുണ്ടാക്കി 25,000 ആളുകൾക്ക് അരി വിതരണം ചെയ്തു. 1750 സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രം കൊടുത്തു. 250 കുടിലുകൾ പുതുക്കി പണിതു. 69 എത്തീം കുട്ടികളെ ആരും നോക്കാനില്ല. ഇന്നത്തെ എത്തീങ്കാനൊന്നല്ല, അന്ന് എത്തീം എന്ന് പറഞ്ഞാൽ എത്തീമാണ്. ആ നോക്കാനില്ലാത്ത ആ പാവപ്പെട്ട കുട്ടികളില്ലേ, ആ കുട്ടികളെ വെച്ച് അയാൾ ആദ്യത്തെ യത്തീംഖാന കോഴിക്കോട് ആരംഭിച്ചു. ആ യത്തീംഖാനക്ക് പൂനെയിലുള്ള അവരുടെ ഓർഗനൈസേഷന്റെ പേരിട്ടു, ജമിയത്തു തബ്ലീഗെ ഇസ്ലാമിയ എന്ന് പറയുന്നത്, JDT അങ്ങനെ വരികയാണ്. ഇന്ന് വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി JDT മാറി. ആ JDTയിലേക്ക് 2ാമത്തെ മുസ്ലിം ലീഗിന്റെ ശാഖാ കമ്മിറ്റി തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടിയിലെ ശാഖാ കമ്മിറ്റി ഒരു കത്ത് കൊടുക്കുകയാണ് JDTയിലേക്കും അങ്ങ് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം അറബിക്കോ സഭയിലേക്കും. ഞങ്ങളുടെ നാട്ടിലെ എത്തീം കുട്ടികൾ കൂടിയിട്ടുണ്ട്, ഞങ്ങൾക്കൊരു എത്തീംഖാന ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന്. അപ്പോഴാണ് JDTയുടെ സെക്രട്ടറി തിരൂരങ്ങാടി വരുന്നത്. പൊന്നാനി മൗനത്തു നിന്ന് മറുപടി വന്നില്ല. തിരൂരങ്ങാടി വന്ന് സന്ദർശിച്ചു. ഇവിടെ എത്തീംഖാന ആവശ്യമെന്ന് മനസ്സിലായി. 300 റുപ്യ വേണം ഒരു എത്തീംഖാന റൺ ചെയ്ത് കൊണ്ടുപോകാൻ. എത്തീംഖാന നമുക്കുണ്ടാക്കാം, 250 റുപ്യ JDT തരാം, 50 രൂപ നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഒരു കാലണക്ക് വകയില്ലാത്ത കാലത്ത് എങ്ങനെയാണ് 50 രൂപ ഉണ്ടാക്കുക? ആ സദസ്സിൽ നിന്നൊരു യുഗപ്രഭാവനായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖജാനയിൽ പണമുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം. അതാണ് പ്രിയമുള്ളവരെ തിരൂരങ്ങാടി യത്തീംഖാന. ആ തിരൂരങ്ങാടി യത്തീംഖാന ഒരു കോളേജ് ഉണ്ടാക്കിയപ്പോ ആ കോളേജിന് അന്ന് തിരൂരങ്ങാടി യത്തീംഖാനയുടെ സ്ഥാപകനായ MK ഹാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ അതിനൊരു നാമകരണം ചെയ്തു. ആ നാമകരണം മഹാനായ പോക്കർ സാഹിബിന്റെ പേരാണ്. പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ്. ഈ തകർന്നു തരിപ്പണമായി പോയ ഈ സമുദായത്തിൽ 2000 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ പോയിരുന്നത്. ആ സ്കൂളിൽ പോയിരുന്ന 2000 കുട്ടികളിൽ 16 പെൺകുട്ടികൾ മാത്രമാണെന്ന് പറഞ്ഞെടുത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പ്രതാപൈശ്വര്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചതൊരു പാർട്ടിയാണ് എന്ന് പറയാനാണ്. ഇവിടെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് മലബാറിലെ നവോത്ഥാനത്തിനൊരു ചരിത്രമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലേക്ക് സാധാരണയായി പറയപ്പെടാറുണ്ട്, ഞാനൊരു കോളേജ് അധ്യാപകനാണ്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തു. ഈയിടെ ഭർത്താവ് അയച്ച കത്ത് വായിക്കാൻ അറിയാതെ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ച സ്ത്രീകൾ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. 67 സ്ത്രീകളുടെ പേര് സഹിതം കൊണ്ടെന്നു. കാരണം ചിലപ്പോൾ ഈ സദസ്സിൽ ഒരു പക്ഷം ഉണ്ടാവും, പുതിയാപ്പിള അയച്ച കത്ത് വായിക്കാൻ അറിയാതെ മക്കളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ വായിപ്പിച്ചവർ. നമ്മൾ എവിടെയാണ് കത്ത് വായിപ്പിച്ചിരുന്നത്? മദ്രാസിക്ക് പണിക്കോയവര്, മംഗലാപുരത്തേക്ക് ചുമടേറ്റാൻ പോയവര്, മലേഷ്യക്ക് പണിക്കോയവര്, ഗൾഫ് കണ്ടെത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ ആഭ്യന്തര കുടിയേറ്റമായി ജോലി തേടിപ്പോയ മനുഷ്യർ. അവർ അവിടെ നിന്ന് കത്തയച്ചാൽ അവരെ വലിയമാർക്ക് കൂടെ വായിക്കാൻ അറിയോ? അവരുടെ പുതിയണ്ണനെ കൂടെ വായിക്കാൻ അറിയോ? ഇവർ കത്ത് വായിക്കാൻ പോയത് എവിടേക്കാണ്? നമ്മുടെ നാട്ടിലെ സ്കൂളിലെ കുറുപ്പാശെടുത്തോ മാധവ മാഷെടുത്തോ കത്ത് വായിക്കാൻ പോകും. പുതിയാപ്പിള അയച്ച കത്ത് വായിച്ച് കേട്ട് ദുരന്ത പുളികതയായി കേട്ടു വെക്കും. മലബാറിലെ ഗ്രാമങ്ങളുടെ ചരിത്രമാണിത്. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന യോഗത്തിൽ വെച്ച് മർഹൂം ND അബ്ദുസ്സലാം മൗലവി സാഹിബ് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാകാൻ ഒരു കാരണമുണ്ടാകണം. ആ കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം പകരാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ഞങ്ങളൊക്കെ കുറെ നാളായിട്ട് പറയുന്നത് പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന്. ഈ നാട്ടിൽ പെൺകുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരുണ്ട്. ഇതിനെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. അത് മറ്റാരുമല്ല, മഹാനായ മർഹൂം പാണക്കാട്ട് തങ്ങളാണ്. ആരാണ് പാണക്കാട്ട് തങ്ങൾ? പാണക്കാട്ട് PMSA പൂക്കോയ തങ്ങൾ, പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ. നിങ്ങൾ മദ്രസ ഉദ്ഘാടനത്തിനും പള്ളി ഉദ്ഘാടനത്തിനും പോയാൽ ഇവിടുത്തെ കാച്ചി തുണിയെടുത്ത വെളുത്ത സൂപ്പെടുത്ത ഉമ്മമാരോട് നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ 10ാം ക്ലാസ് വരെയെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് പാണക്കാട്ട് തങ്ങൾ പ്രസംഗിച്ചാൽ ഒരു പക്ഷേ സമുദായത്തിലെ പെൺകുട്ടികൾ കൂട്ടം കൂട്ടമായി സ്കൂളിലേക്ക് പോകും, നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു.
പക്ഷെ പാണക്കാട് തങ്ങൾ പ്രസംഗിച്ചിട്ടും വല്ലാതെ അങ്ങ് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. കരേക്കാട്ടുകാർ കുപ്പായിടാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? കരേക്കാട്ടുകാർ കുപ്പായിടാൻ തുടങ്ങിയിട്ട് 70 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ മാക്സിമം. 10-70 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ആൺകുട്ടികൾക്ക് കുപ്പായിടാതെ പോകാം, പെൺകുട്ടികൾക്ക് കുപ്പായിടാതെ സ്കൂളിൽ പോകാൻ കഴിയില്ല. അവർക്ക് പാവാടി തട്ടം അത് കുപ്പായൊക്കെ വേണം. ഇത് 2-3 കൂട്ട് വാങ്ങിച്ചു കൊടുക്കാൻ കൃഷിപരരായ മാതാപിതാക്കൾക്ക് സാധ്യമല്ല. അപ്പോഴാണ് 1967 നിയുക്ത വിദ്യാഭ്യാസ മന്ത്രി അഭിവന്ദനായ മർഹൂം CH മുഹമ്മദ് കോയ ചേളാരിയിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ വെച്ച് പറയുകയാണ്, പ്രിയപ്പെട്ട മാപ്പിള സമുദായമേ, നിങ്ങളെ പെൺമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, അവർക്ക് കുപ്പായം മേടിക്കാനുള്ള പൈസ 18 രൂപ സർക്കാർ തരും എന്ന് പറഞ്ഞു. 18 രൂപ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്. മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോയാൽ 18 രൂപ ഞങ്ങൾ സ്കോളർഷിപ്പ് ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന്. ഒരു വീട്ടിൽ 10 കുട്ടികളുള്ള കാലത്ത്, അതിൽ 4-5 പെൺകുട്ടികളുള്ള കാലത്ത്, പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ ഒരു 5 പെൺകുട്ടികളുള്ള വാപ്പാക്ക് 5-18 രൂപ കിട്ടിയാൽ പുര കെട്ടി മേയാം, കടം തിരിച്ചു കൊടുക്കാം, ലോണ് തിരിച്ചടക്കാം. കൂട്ടം കൂട്ടമായി പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോയി. ഈ പെൺകുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയ കാലത്തിന് ശേഷം ഇതാ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുകയും പകരം ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന കാലം വന്നു. ചാക്കീരി വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? നമ്മുടെ നാട്ടിൽ 9ാം ക്ലാസ് വരെ കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല എന്ന നയം കൊണ്ടുവന്നത് ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബാണ്. അതിനെല്ലാവരും കളിയാക്കി ചാക്കീരി പാസ് എന്ന് വിളിച്ചത് നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടു. എന്താ മാറ്റം ഉണ്ടായത്? നമ്മുടെ നാട്ടിൽ മാഷെടുത്തേക്ക് കത്ത് വായിപ്പിക്കാൻ പോയിരുന്ന ഉമ്മാരില്ലേ, ആ ഉമ്മാരെ കുട്ടികൾക്ക് കല്യാണാലോചന വരാൻ തുടങ്ങിയപ്പോൾ അവർ പറയാൻ തുടങ്ങി, എൻ്റെ കുട്ടി ചില്ലറക്കാരിയല്ല, അവൾ 9 തോറ്റ കുട്ടിയാണ് എന്ന് പറയാൻ തുടങ്ങി. ഈ 9 തോറ്റ കുട്ടി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് വാപ്പയക്കണ കത്ത് വായിക്കാനുള്ള അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 9 തോറ്റ കുട്ടി ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 10 പഠിക്കുന്ന കുട്ടി ഉണ്ടായത്. 10 പഠിക്കുന്ന കുട്ടി ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 10 ജയിക്കുന്ന കുട്ടികളുണ്ടായത്. 10 ജയിച്ച കുട്ടികൾ ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എന്ന് കേൾക്കുന്ന കുട്ടികളുണ്ടായത്. എൻട്രൻസ് എന്ന് കേൾക്കുന്ന കുട്ടികൾ ഉമ്മയായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എൻട്രൻസിൽ റാങ്ക് നേടുന്ന തലമുറ ഉണ്ടായത്. ഇത് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല, ഇത് ബോധപൂർവം ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ വരുമാനങ്ങൾ വരാൻ തുടങ്ങി ഗൾഫിൽ നിന്ന്. ആ വരുമാനങ്ങൾ വരുന്നതിനനുസരിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ വേണം. എന്താണ് അതിനൊരു വഴി? CH മുഹമ്മദ് കോയ മന്ത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ആകെയുള്ളത് ഒരു കോളേജാണ്. ഏതാണ്? ഫറൂഖ് കോളേജ്. NSSന് 16 കോളേജ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിന് 18 കോളേജ്. CH അങ്ങ് തുടങ്ങി. അങ്ങ് പെരിങ്ങമല ഇക്ബാൽ കോളേജ് അനുവദിച്ചു, മാലിക് ദിനാർ കോളേജ് അനുവദിച്ചു, മീലാദേ ഷെരീഫ് കോളേജ് കായംകുളം റബീഉൽ അവൽ മാസത്തിൽ ഒരു കോളേജ് അനുവദിച്ചു, മീലാദേ ഷെരീഫ് കോളേജ് കായംകുളം. കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അനുവദിച്ചു. അങ്ങ് പൊന്നാനി MES കോളേജ് അനുവദിച്ചു, വളാഞ്ചേരി MES, മമ്പാട് MES, PSMO കോളേജ്, അതിനപ്പുറത്ത് മീഞ്ചന്ത ഗവൺമെന്റ് കോളേജ്. ഇങ്ങനെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ മണ്ണാർക്കാട് MES ഉൾപ്പെടെ, മുക്കത്തെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓർഫനേജ് കോളേജ് അഥവാ WMO കോളേജ് ഉൾപ്പെടെ, അതിനപ്പുറത്ത് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, വടകര ഗവൺമെന്റ് കോളേജ്, വയനാട് ഗവൺമെന്റ് കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. CH മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ 17 കോളേജ്. നമ്മുടെ ഓരോ പ്രദേശത്തും ഹൈസ്കൂളുകൾ അനുവദിച്ചു. അത്യാവശ്യം ഭൂസ്വത്തുള്ള ആൾക്കാരൊക്കെ CHനെ കാണുമ്പോൾ മാറിയായിരുന്നു, സ്കൂൾ എങ്ങാനും കൊടുത്തു പോകുമല്ലോ എന്ന് കരുതിയിട്ട്. ഞങ്ങളുടെ നാട്ടിൽ സ്കൂൾ അനുവദിച്ചത് ഒരു മൈമുട്ടി ഹാജിയാണ്. മൂപ്പര് ഒരു പിഷ്കനാണ്, ലീഗിന്റെ നേതാവാണ്. പക്ഷെ സ്ഥലം കൊടുക്കൂല സ്കൂൾ ഉണ്ടാക്കാൻ. നാട്ടുകാർ ചോദിച്ചിട്ട് CH വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ മൈമുട്ടി ഹാജിനോടൊന്ന് പറഞ്ഞ് തർത്തീബാക്കി എന്ന് പറഞ്ഞു. CH ആളെ പറ്റിയതിന് ശേഷം ഒന്ന് പൊക്കി വെച്ചാൽ കയറുന്ന ആളാണെന്ന് കരുതിയുകൊണ്ട് CH പ്രസംഗിച്ച് കത്തിക്കയറി നിൽക്കുമ്പോൾ ചോദിച്ചു, മൈമുട്ടി ഹാജിയോടെ അല്ലേ? അപ്പോൾ മൈമുട്ടി ഹാജി ഒന്ന് പുളിയായിട്ടാണ് എണീറ്റുന്നപ്പോൾ CH പറഞ്ഞു, പ്രിയപ്പെട്ട മൈമുട്ടി ഹാജി, നിങ്ങൾ എൻ്റെ ചിരകാല സുഹൃത്താണ്. വെറുതെ പറഞ്ഞാണ് ചിരകാല സുഹൃത്ത്. നിങ്ങൾ ഈ പ്രദേശത്ത് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു വിദ്യാഭ്യാസ സൗധം ഉണ്ടാക്കാൻ 2 ഏക്കർ സ്ഥലങ്ങൾ കൊടുക്കണം. മൂപ്പര് കുടുങ്ങിപ്പോയി, കൊടുക്കാൻ പറ്റൂല എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ സ്കൂൾ അനുവദിക്കുന്നു. ഇവിടെ ഏന്തിക്കുട്ടി ഹാജി പറഞ്ഞു, ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് കുഴിമണ്ട സ്കൂൾ ഉണ്ടായത്. നിങ്ങൾ എൻ്റെ മോൻ ബാപ്പു ഉൾപ്പെടെയുള്ളവർ പറയിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അവൻ്റെ സ്വത്തുനിന്ന് ഞാൻ തരാം, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊട്ടുകര സ്കൂൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി, SLC പരീക്ഷ എഴുതി കൊട്ടുകര സ്കൂളുണ്ടായി. ഈ കൂട്ടായി മൗലാന എന്നാണ് സ്ഥാപനം. ഞാൻ എപ്പോഴും കരുതി ഈ മൗലാന മുഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്കൂളിൻ്റെ പേര്. ഈ മൗലാന എന്ന ബീഡിയാണ്. ആ മൗലാന ബീഡിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു സ്കൂൾ. ഈ കടലോര പ്രദേശത്തെ മക്കൾ പഠിക്കാൻ ഓരോ പ്രദേശത്തും ഹൈസ്കൂൾ അനുവദിച്ചു. നമ്മുടെ നാട്ടിലെ അറബിക് അധ്യാപകർ ഉയർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനം ഒരു വശത്തും, ഈ നാട്ടിൽ നിന്ന് നമ്മളെ പൂർവികർ ഈ ലോഞ്ചിനൊക്കെ പോയിട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കുറച്ച് വരുമാനം വന്നിട്ടതുകൊണ്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടായി. ഈ അഭിവൃദ്ധിയുടെ കാരണം എന്താണ്? ഇവിടെ സുരക്ഷിതത്വം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവാസികളായ മനുഷ്യർക്ക് ഗൾഫിൽ പോയി പ്രവാസികളായി നാടിനെ രക്ഷിക്കാൻ സാധ്യമായത്. അവര് അവിടുന്ന് ഗൾഫിൽ നിന്ന് പണം അയക്കുന്നത് പോലെ അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ ഗ്രേസ് വാലി കോളേജ് ഉണ്ട്,
കുറച്ചപ്പുറത്ത് ഈ പിന്നെ പുത്തനത്താണി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കോളേജുണ്ട്, നമ്മുടെ രണ്ടാലി കഴിഞ്ഞിട്ടൊരു കോളേജുണ്ട്, ഖിദ്മത്ത് കോളേജുണ്ട്, മജ്ലിസ് കോളേജുണ്ട്. ഇങ്ങനെ ഈ നാട്ടിലെ ഗൾഫ് പോയി പൈസ ഉണ്ടാക്കി വന്ന, പണ്ട് മുതലാളിമാരെ പിടിച്ചിട്ട് സ്കൂൾ അനുവദിച്ചെങ്കിൽ ഗൾഫ് പോയി പൈസ ഉണ്ടാക്കി വന്ന എല്ലാവർക്കും സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുത്തു. കുറ്റിപ്പുറത്ത് MES എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തു. വിദ്യാഭ്യാസം ഉണ്ടാക്കി. ഈ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ മാറ്റം ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ പേരാണ് ലീഗ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം. ഈ നാട്ടിൽ ഒരു DYSP ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CI ഇല്ലല്ലോ, SI ഇല്ലല്ലോ, പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടോ? കോൺസ്റ്റബിൾ ഉണ്ട്. വില്ലേജ് ഓഫീസർ ഉണ്ടോ? ഇല്ല. ഒരു തഹസിൽദാർ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഒരു ഡെപ്യൂട്ടി കലക്ടർ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിക്കൂടാ? പുതുനഗരം മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രമാണ്. പുതുനഗരത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ അടിയാണ് അവിടെ. പുതുനഗരത്ത് പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ട് മത്സരമാണ്. കാരണം എന്താ അറിയോ? ആ പഞ്ചായത്ത് കമ്മിറ്റിൻ്റെ ഫണ്ടിൽ 3 കോടി റുപ്യൊക്കെ ഉണ്ടാവും. കാരണം എന്താ? പുതുനഗരത്ത് ഒരു സ്കൂളുണ്ട്, മുസ്ലിം ലീഗ് കമ്മിറ്റിൻ്റെതാണ്. CH മുഹമ്മദ് വഹീർ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ഒരു സ്കൂൾ, മാനേജ്മെൻറ്റ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി, ആ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗാണ്. അവിടെ ഒരു PSC കോച്ചിങ് സെൻ്റർ ഉണ്ട്. നിങ്ങളെപ്പോലെ ഷിയാബ് തങ്ങളുടെ പേരിലുള്ള ഒരു ജനസേവന കേന്ദ്രത്തിൽ PSC കോച്ചിങ് സെൻ്റർ. ആ PSC കോച്ചിങ് സെൻ്ററിൽ എന്താ പ്രത്യേകത? ആരും പൈസ ചിലവാക്കണില്ല. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ 50 റുപ്യ കൊടുക്കണം ഒരു ക്ലാസ്സിന്. അങ്ങനെ മാസത്തിൽ 4 ക്ലാസ്, 4 ഞായറാഴ്ച 200 റുപ്യ കിട്ടിയാൽ ആ 200 റുപ്യ വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്ക് കൊടുക്കും. വേറെ പൈസയും ചിലവൊന്നുമില്ല. ഫാനും ലൈറ്റ് കിട്ടുന്ന കറണ്ട് ബില്ല് മാത്രം ഇവരടിച്ചാൽ മതി. എത്ര കുട്ടികൾ? 70 കുട്ടികൾക്ക് BSc കിട്ടി. നമ്മളിന്ന് ഏറ്റവും നേരിടുന്ന പ്രതിസന്ധി, ഒരു MLA ഉണ്ടാവാൻ, ഒരു MP ജയിപ്പിക്കാൻ എത്ര കോടി വേണം? ഒരു MLA ജയിപ്പിക്കാൻ മിനിമം ഒരു 5-6 കോടി റുപ്യ മിനിമം വേണം. എന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കാൻ ഒരു 35,000 റുപ്യ മുതൽ 3 ലക്ഷം റുപ്യ വരെ വിചാരിച്ചാൽ പരിശീലനം കൊടുത്ത ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കാം. ഒരു MLAയുടെ സേവനം നമുക്ക് 5 കൊല്ലം കിട്ടുമ്പോൾ ഈ നാട്ടിൽ നിന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയാൽ അവൻ്റെ സേവനം 35 കൊല്ലം ഈ സമുദായത്തിന് ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ മാറ്റം. തീർച്ചയായും നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്ന്, PTH പോലെ ഒരു പാലിയേറ്റീവ് കെയർ സിസ്റ്റം ഉണ്ടാക്കണം. 2, കൃത്യമായ ആസൂത്രിതമായ, ഈ നാട്ടിൽ 2024 നമ്മൾ സംസാരിക്കുമ്പോൾ 2034 ഈ നാട്ടിൽ 10 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റ് കൂടി നിങ്ങൾ നടപ്പിലാക്കണമെന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.